ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M. സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകരെന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് സ്വരാജ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന 2026 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിന് നാന്ദി കുറിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പാർട്ടി സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിശ്ചയിക്കുന്നത്. ഇതാണ് പറയാനുള്ളത്. മത്സരത്തിന്റെ ഒരു സീരിയസ്നെസ് ഉൾക്കൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറെ തന്നെ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള അൻവർ ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാട്, അതിനോട് UDF എടുത്ത സമീപനം, ഇതെല്ലാം വെച്ചുകൊണ്ട് ശക്തിയായ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ഞങ്ങൾക്ക് അവിടെ സാധിക്കും. നന്നായിട്ട് ജയിക്കാനും കഴിയും. ഇതാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിന്റെ ഒരു സ്ഥിതി. നാട്ടുകാരൻ തന്നെയാണല്ലോ. അവിടെ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നതും പ്രവർത്തിച്ചു വന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം നിയോജകമണ്ഡലം ആണ് ഈ നിലമ്പൂർ. അത് കോൺഗ്രസ്സുകാർക്ക് എന്തും പറയാലോ. അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ മുഖവിലക്കെടുക്കാറില്ല. ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നത്. അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക, അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്.